അതേസമയം കാസർഗോഡ് കുമ്പളയിൽ പോലീസിനെ വെല്ലുവിളിച്ച് റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച 9 പേർക്കെതിരെ കേസ്. കുമ്പള ടൗണിൽ വാക്കുതർക്കം ഉണ്ടായ സംഭവത്തിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ യുവാക്കളാണ് റീൽസ് ഇട്ടത്. വധശ്രമത്തിന് കേസെടുക്കുന്നുവെന്നും പേടിപ്പിക്കാൻ നോക്കരുത് എന്നും പറഞ്ഞാണ് യുവാക്കളുടെ റീൽസ്. വധശ്രമം 306 ആർക്കെന്നല്ല ജാജു കത്തം. കേസെടുത്തുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച റീൽസ് ഇട്ട യുവാക്കൾക്ക് എതിരെ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ച് ക്രമസമാധാനം തകർക്കാൻ പ്രേരണ നൽകിയതിനാണ് കേസെടുത്തിട്ടുള്ളത്. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, പുതിയ കാലഘട്ടമാണ്, സോഷ്യൽ മീഡിയകൾ വാഴുന്ന കാലമാണ്. അവിടെ എന്തും ഏതും കണ്ടന്റാണ്, സ്റ്റോറിയാണ്. ഇപ്പോഴിതാ ഇതും ഒരു സ്റ്റോറിയും കണ്ടന്റും ഒക്കെ ആക്കി മാറ്റിയിരിക്കുന്നു ചിലർ. അവർ അതിൻ്റെ പ്രതിഫലനം എന്ത്, അതിൻ്റെ നിയമപ്രശ്നം എന്ത് എന്ന് ഇനിയാണ് അറിയാൻ പോകുന്നത്. എന്തായാലും പോലീസ് ഇതിൽ നടപടിയെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു സംഭവത്തിന്റെ പൂർണ്ണരൂപം? തീർച്ചയായും അഭിലാഷേ, ഈ പലതരത്തിലുള്ള റീൽസും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഒരു ഒന്നൊന്നര റീൽസ് എന്ന് പറയേണ്ടി വരും. അത്തരത്തിലൊരു വളരെ കലാപരമായി ചിത്രീകരിച്ച ഒരു റീൽസാണ് ഇപ്പോൾ നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമമെന്ന ഒരു കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് 9 പേർക്കെതിരെയാണ് ഇത്തരത്തിൽ കുമ്പള പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിന് കേസിനാസ്പദമായ സംഭവം കഴിഞ്ഞ ദിവസം ഈ കുമ്പള ടൗണിൽ ഇവർ തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ റീൽസ് ഇടുന്നത്. അതായത് ഇവർ ഉദ്ദേശിച്ചത് തങ്ങൾക്കെതിരെ വലിയ വകുപ്പുകളിട്ട് കേസെടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു എന്ന് ഒരു തെറ്റിദ്ധരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ തയ്യാറാക്കിയതും. ഇതിൽ മോഹൻലാലിന്റെ പ്രശസ്തമായ സിനിമാ ഡയലോഗൊക്കെ ഉൾപ്പെടുത്തി, അതായത് ഈ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വധശ്രമത്തിന് കേസെടുക്കും എന്ന പുച്ഛിച്ചുകൊണ്ട് അവർ സംസാരിക്കുന്നതൊക്കെ ആ വീഡിയോയിൽ കാണാം. അത്തരത്തിൽ ഈ വീഡിയോ ചിത്രീകരിക്കുകയും വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത് പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് പോലീസ് ഈ 9 പേർക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. BNSലെ 121 ആക്ട് പ്രകാരമാണ്. അതായത് നിയമ സംവിധാനത്തെ ഇത്തരത്തിൽ വെല്ലുവിളിച്ചും അതുപോലെ തന്നെ നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമം, ഇത്തരം ഒരു വകുപ്പ് ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. എന്നാലും ഈ ദൃശ്യം വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കുമ്പള ടൗണിൽ നിന്ന് തന്നെയാണ് ഇവർ ചിത്രീകരിച്ചത്. പോലീസ് വാഹനത്തെയും ഈ ദൃശ്യത്തിനായി ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ കേരള പോലീസിനെ പരിഹസിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിലാണ് ഇതെന്താണ് സംഭവം എന്ന് പോലും അറിയാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിലുള്ള റീൽസ് ചിത്രീകരിക്കുകയായിരുന്നു. അത് പിന്നീട് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും പോലീസ് കൈയോടെ ഇവരെ പിടികൂടി എന്നതാണ്. 9 പേർക്കെതിരെയും കേസെടുത്തിരിക്കുന്നു. നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങൾ വഴി ഇത്തരത്തിൽ നേരത്തെയും വിവാദമായ നിരവധി റീൽസുകൾ ഉണ്ടായിരുന്നു. അത് നേരത്തെ 2 സഹോദരങ്ങൾ ചിത്രീകരിച്ചത് കേരളം കത്തും എന്നൊക്കെ രീതിയിലുള്ള വലിയ തോതിലുള്ള റീൽസൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഏതായാലും ഈ റീൽസ് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അവരെ പരിഹസിക്കുന്ന രീതിയിൽ തന്നെയാണുള്ളത്. നിയമ സംവിധാനത്തെ ഒക്കെ പരിഹസിക്കുന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ടാണ് ഇതിൽ കർശന നടപടിയുമായി കുമ്പള പോലീസ് രംഗത്തെത്തിയത്. 9 പേരുടെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 9 പേർക്കെതിരെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BNSലെ 121 ആക്ട് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് KV ബൈജു.